ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ അൽഹംദുലില്ലാ അവിടെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് മദ്രസ ഇല്ല കേട്ടോ. അപ്പോൾ കുറച്ച് നേരം വൈകിട്ട് എണീച്ചേ. എന്താ പറയുക, മോന് രാവിലെ ഒന്ന് ഉറങ്ങിയപ്പോൾ കുറച്ച് നേരം കൂടെ ഒന്ന് ഉറങ്ങിപ്പോയിട്ടാ. അങ്ങനെ പിന്നെ വേഗം എണീച്ച് പിന്നെ തട്ടിക്കൂട്ടൽ പരിപാടിയാണ്. വേഗം ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ട് കുറച്ച് റവ ഉണ്ടായിരുന്നു. അപ്പോൾ ഉപ്പുമാവ് ഉണ്ടാക്കി അങ്ങനെ മക്കൾസിനെയൊക്കെ സ്കൂൾക്ക് വിട്ടു. അതിന് ശേഷമായിട്ട് ഞാൻ പാത്രം കഴിക്കുന്നത്. ഇന്ന് അടിക്കലും തുടക്കലൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. അല്ലെ രാവിലെ മോള് പോകുമ്പോൾ ചെയ്തിരുന്നത്. അപ്പോൾ എന്നോട് ചോദിച്ചുമ്മ ഞാൻ ചെയ്തു തരണോ ചോദിച്ചേ. അപ്പോൾ വേണ്ട പറഞ്ഞു. സംഭവിച്ചാൽ ഇന്ന് ഉപ്പുമാവാണ്. ഉപ്പുമാവ് പുട്ട് ഐറ്റംസ് ഉണ്ടാക്കണമെന്ന് നമ്മൾ വേഗം അടിച്ചു വാരി തുടച്ചിട്ട് ഒരു കാര്യമില്ല. എല്ലാവരും ചായയോടെയും കഴിഞ്ഞിട്ട് എന്തെങ്കിലും ആക്കിയിട്ടേ കാര്യമുള്ളൂ കേട്ടോ. നമ്മളെ പോലെ പുറലിരിക്കുന്ന പിന്നെ എല്ലാവർക്കും അറിയായിരിക്കും. ആ പുട്ട് അതുപോലെ ഉപ്പുമാവ് അതുപോലെ മിച്ചർ ഈ ഐറ്റംസൊക്കെ പുറലുണ്ടെങ്കിൽ എല്ലാവരും ഉണ്ടാവും. തിന്നു കഴിഞ്ഞാൽ അവിടെയും ഇവിടെ ചിലപ്പോൾ നമ്മൾ കൈ കഴുകാൻ പോകുമ്പോൾ കൈമൊന്ന് തൊഴിഞ്ഞിട്ടും അങ്ങനെ എല്ലായിടത്തും ഉണ്ടാവും. അപ്പോൾ ഏറ്റവും നല്ലത് അതിൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞതിന് ശേഷം അടിച്ചു വാരി തുടക്കലാണ്. അപ്പം ഞാൻ പറഞ്ഞു ഇന്ന് വേണ്ട, ഞാൻ ചെയ്തോളാം പറഞ്ഞു കേട്ടോ. അങ്ങനെ പിന്നെ അതാ പാത്രങ്ങളൊക്കെ കഴുകുകയാണ്. ഉപ്പുമാവ് ഞാൻ എപ്പോഴും ഉണ്ടാക്കി കുഞ്ഞി ചെമ്പട്ടിയിലാട്ടോ. എന്നാൽ വെച്ചാൽ നമുക്ക് ഇളക്കാനും ഉണ്ടാക്കാനും ഒക്കെ നല്ല അടിപൊളിയായിരിക്കും. അതുപോലെ എനിക്കിങ്ങനെ കട്ട കുത്തിയിട്ടൊന്നും ഉപ്പുമാവ് കിട്ടില്ല കേട്ടോ. നല്ല വെറുങ്ങനെ എനിക്ക് കിട്ടല്. ചില ഉപ്പുമാവ് കണ്ടിട്ടില്ലേ അങ്ങനെ കട്ടയായിട്ട് അങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ. നല്ല അടിപൊളി ഉപ്പുമാവൊക്കെ ഉണ്ടാവലുണ്ട്. അപ്പോൾ എല്ലാത്തിനും നമുക്ക് പാകം ഇളക്കാനും കാര്യത്തൊക്കെ നമുക്ക് കുറച്ച് വലിയ പാത്രം എടുത്താൽ നല്ല സുഖമാണ്. ചെറിയ പാത്രം എടുത്ത് ഇടുങ്ങി എന്താ പറയുക ഒരു കണക്കിന് നമ്മൾ ഇളക്കി എടുക്കൂലേ, അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഇത് ഞാൻ ഈ തവിയാട്ടോ എടുത്തത്. ഓട്ടമുള്ള മരത്തിൻ്റെ തവി എടുത്തത്. അപ്പോൾ ആ ഓട്ടേൻ്റെ ഉള്ളിലൊക്കെ പോയിക്കണേ. അപ്പോൾ അതൊക്കെ തോണ്ടി എടുക്കുകയാണ്. അബദ്ധത്തിൽ പറ്റിപ്പോയതാണ് ഇതെടുത്തത്. അപ്പോൾ അതൊക്കെ തോണ്ടി പോക്കുകയാണ്. ഇന്ന് 8 മണി മുതൽ 6 മണി വരെ കറണ്ട് പോകുമെന്ന് പറഞ്ഞിരിക്കണം. അപ്പോൾ കുറച്ച് തേച്ച് വെക്കാനൊക്കെ ഉണ്ട്. വെള്ളിയാഴ്ച അല്ലേ. ഇത് ഫുള്ള് പണിയാട്ടോ. പണി മീൻസ് എന്തൊക്കെ വെച്ചാൽ ഇവിടെ ചെറിയ കട്ടിലാണ്. അപ്പോൾ മക്കളും ഉമ്മച്ചും കൂടെ കിടക്കാൻ എന്താക്കി വീതി കൂട്ടാൻ വേണ്ടിയിട്ട് സൈഡിലൊരു ബെഞ്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതിൻ്റെ അകത്തൊരു ചെറിയ ബെഡും ഉണ്ട്, ഒരു വലിയ ബെഡും ഉണ്ട്. അപ്പോൾ വലിയ ബെഡ് അവിടുത്തെ കേട്ടോ, ആ റൂമത്തെയാണ്. അപ്പം എല്ലാം കൂടെ വെച്ചിട്ട് ഇവിടെ എന്തായി, ഇവിടുത്തെ സ്പേസ് അങ്ങോട്ട് കുറഞ്ഞു. അപ്പോൾ നമ്മളത് എടുത്തിട്ട് മറ്റേ കെട്ടുമ്പോൾ തന്നെ ഇട്ട് ഇവിടെ ഒന്നും കൂടെ സെറ്റാക്കുക കേട്ടോ. ഇവിടെ ടേബിളും കാര്യങ്ങളും എല്ലാം കൂടെ ആയപ്പോൾ ഇവിടെ തീരെ സ്ഥലമല്ല. പിന്നെ അപ്പം എന്താ പറയുക, അപ്പോൾ അതൊന്ന് റെഡിയാക്കാനുള്ള ഒരു പരിപാടിയായിട്ടൊന്ന് ഫോണിൽ കളിച്ചിരിക്കണ ആപ്പുകാനും കൂട്ടി വന്നിക്കണേ. കുത്തി പൊന്തിച്ചെടുത്തതാ കേട്ടോ. പിന്നെ ഇങ്ങനെ പറയുന്നുണ്ട് ഇന്നെങ്ങനെ പണിയെടുപ്പിച്ചോ, ഞാൻ അവിടെ നിന്ന് വന്നിട്ട് ഇന്നെ പണിയെടുപ്പിച്ചോ എന്നൊക്കെ പറയുന്നുണ്ട്. അതൊന്നും നമ്മൾ മെയിൻ്റെ ആക്കില്ല ഗായ്സ്. നമ്മളിന്ന് പണിയെടുപ്പിക്കുകയാണ്, അല്ലാണ്ട് ഒരു രക്ഷയില്ല. പിന്നെ ഞാൻ ഒറ്റയ്ക്ക് എനിക്ക് നടക്കൂല. അങ്ങനെ പലതും ഉണ്ടാവും. നമ്മളെ പണ്ടത്തെ പൊറുപ്പ്, നമ്മളെ കല്യാണത്തിന്റെ പൊറുപ്പാട്ടെ. പൊട്ടിച്ചോ? എന്താ ഒന്നും ആയിട്ടില്ല. ഇല്ല നീ പറഞ്ഞ പിന്നെ ഞാൻ എന്താ പറയാ. ബെഞ്ച് വരുന്ന കേസ് മാറി തരും കേസ്. കളിയാക്കുകയാണ് കേസ് എന്ന് പറഞ്ഞിട്ട്. ഇത് ഞങ്ങൾക്ക് ഞങ്ങളുടെ കല്യാണത്തിന് തറവാട്ടിൽ വാങ്ങിയ പൊറുപ്പാട്ടോ. ഇതിപ്പോൾ ഞങ്ങൾ ബെഡിൽ ബെഡ്ഷീറ്റ് നിൽക്കാൻ വേണ്ടി ഇരിക്കുന്നതാണ്. ഇങ്ങനത്തെ 15 പൊറുപ്പൊക്കെയാണ് കല്യാണത്തിൽ മേടിച്ചത്. പക്ഷെ ഭയങ്കര ചൂടാണ്. ഈ ബെഡ് ഇത് നമ്മൾ മറ്റേ കിടക്കേക്ക് പോണം. അവിടെ പിടിച്ചേ ക്യാമറ അല്ല, അതിന്റെ നേരെ ഇടാൻ പറ്റില്ല. ഇത് മാറ്റിട്ട് വേണം അത്, എന്നിട്ട് വേണം പറ്റും. മൂന്ന് ബെഡോ ഇതില്? ഏതാ ബെഡ് മേലിടുന്നേ? ഇത് മേലായിരുന്നു, മറ്റേതായിരുന്നു നടുവിൽ.
പൂച്ച പ്രസവിച്ച കുട്ടികളെ കൊണ്ട് നടക്കില്ല, അതേപോലെ ഞങ്ങൾ ബെഡും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക കേട്ടോ. അപ്പോൾ എന്നോട് അബുക ചോദിക്കുന്നുണ്ടെങ്കിൽ എന്താ കുഞ്ഞാൾ ഉദ്ദേശിച്ച് ചോദിക്കണ്ടേ. സംഭവം വെച്ചാൽ അവിടെ പിന്നെ 3 ബെഡുണ്ട്. ഞങ്ങളെ റൂമിലത്തെ കട്ടുമ്മൽ 3 ബെഡാണ്. അപ്പോൾ അതിൽ നിന്ന് ഒന്നെടുത്തിട്ടാണ് മറ്റേ റൂമിലേക്ക് കൊണ്ടുപോയത്. ഉമ്മച്ചി വന്നപ്പം ഇവർക്ക് 3 കൂടെ സ്പേസ് ഇല്ല കിടക്കാൻ. അപ്പോൾ എന്താക്കി, പിന്നെ അത് കൊണ്ടുപോയിട്ട് ബെഞ്ച് ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് കിടന്നത്. അപ്പോൾ പാടിയിൽ ഞങ്ങൾ അങ്ങനെയായിരുന്നു കേട്ടോ. പിന്നെ സിംഗിളായ ഒരു പിന്നെ കട്ടിലായതുകൊണ്ട് ഞങ്ങൾ സൈഡിൽ ബെഞ്ച് വെച്ചിട്ടാണ് ഞങ്ങൾ എല്ലാവരും കൂടെ കിടന്നത് കേട്ടോ. അപ്പം ആ ഒരു ഐഡിയ ഇവിടെയും ചെയ്തതാണ്. അങ്ങനെ ഇപ്പോൾ ആ ബെഡ് ഇപ്പോൾ 3 ബെഡാട്ടോ ഞങ്ങളുടെ റൂമിലായത്, മറ്റേലൊന്നും. അപ്പോൾ അവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ സൈഡിൽ ബെഞ്ച് വെച്ചിട്ട് തലയാണയൊക്കെ വെച്ച് അങ്ങനെ അതൊരു ബെഡാക്കി എടുത്ത് അങ്ങനെയൊക്കെ എന്തൊക്കെയോ ആക്കിയിട്ടാണ് അടിപൊളി ആക്കി വെച്ചതായിരുന്നു. അപ്പോൾ ഇപ്പം എന്താ വെച്ചാൽ ഒരു സ്പേസ് ഇല്ലാത്ത പോലെ എന്തോ ഒരു അലങ്കോലമായിട്ട് കിടക്കണ പോലെ തോന്നും നമുക്ക്. ഒരു എന്തോ പോലെ എന്താ വെച്ചാൽ ഒരു നോർമൽ ബെഡ് നോർമൽ കട്ടിലുമായിട്ട് കിടക്കുന്നതും നമ്മൾ അഡ്ജസ്റ്റ് ആയിട്ട് അങ്ങനെ ഇങ്ങനെ വെക്കണം, നല്ല വ്യത്യാസം ഉണ്ടല്ലോ. അപ്പോൾ എനിക്ക് ആ റൂമിൽ പോകുമ്പോൾ തന്നെ ഒരു എന്തോ ഒരു ഫീലിംഗ്, ഒരു സുഖമില്ല, ഒരു വൃത്തിയില്ലാത്ത പോലെയൊക്കെ. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും മാറ്റണം. കുറേ ദിവസമായി മാറ്റണം എന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പം ഉമ്മച്ചി വന്നാലും കുഴപ്പമില്ല, ചെറിയൊരു ബെഡുണ്ട്, അത് താഴെ ഇട്ടിട്ട് ഒരാൾക്ക് കിടക്കാനും കുഴപ്പമൊന്നുമില്ല. മക്കൾക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് താഴെ കിടന്നാൽ മതി. അപ്പം അങ്ങനെയൊക്കെ ചെയ്യാൻ വിചാരിച്ച് അങ്ങനെ ആ പരിപാടിയിലാണിന്ന്. മോന് തൊട്ടിലുണ്ട് കേട്ടോ, നല്ല ഉറക്കമാണ്. ഞങ്ങൾ അങ്ങോട്ട് ഇങ്ങോട്ട് വലിക്കണമെന്ന് മൂപ്പര് അറിഞ്ഞിട്ടേ ഇല്ല. പിന്നെ ആ ചൂലെടുത്തൊന്ന് അടിച്ച് വാരി ആ മൂലയൊക്കെ ജസ്റ്റ് ഒന്ന് അടിച്ചു വാരി. നമ്മൾ ഉള്ളിൽ കൂടെ അല്ല അടിക്കുന്നത്. പിന്നെ എനിക്ക് ആദ്യത്തപ്പോൾ ഒരു ഉള്ളിൽ കൂടെ കുഞ്ഞടിക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ അങ്ങനെ ഒക്കെ അടിക്കണമല്ലേ. അപ്പോൾ ഞാനത് ആ മൂല സൈഡൊക്കെ ഒന്ന് അടിച്ചിങ്ങോട്ട് ആക്കി. പിന്നെ നമ്മൾ ഇന്നലെ പോയപ്പോൾ എടുത്ത ഡ്രസ്സും പിന്നെ കുറച്ച് തിരുമ്പിയ ഡ്രസ്സുകളൊക്കെ ഉണ്ടായിരുന്നു ടേബിൾ മേൽ. നമുക്ക് ടേബിൾ ഇട്ട് നമുക്ക് വേഗം തിരുമ്പിയ കൊണ്ടുപോയിട്ട് അവിടെ അല്ലേ. അപ്പോൾ അതൊക്കെ ജസ്റ്റ് എടുത്തൊന്ന് മാറ്റി വെച്ച് നമുക്കൊന്ന് മടക്കി വെക്കണം. അതേപോലെ ടേബിളൊക്കെ ഒന്ന് വൃത്തിയായി എടുത്ത് വെച്ചിട്ടോ. അപ്പോൾ രാവിലെ ഒരു പോണ സമയത്ത് ഒരു വലിച്ചിടലാണല്ലോ, ആ വലിച്ചിടൽ നമ്മളിന്ന് റെഡി ആക്കിയിട്ടില്ല. അപ്പോൾ ഇതും കൂടെ കഴിഞ്ഞിട്ട് ഒരുമിച്ച് റെഡി ആക്കുക വിചാരിച്ചിട്ട് അങ്ങനെ ഇനി ആദ്യത്തെ പണി പോലെ അങ്ങോട്ട് എടുത്ത് തീർക്കണം. അപ്പം എല്ലാ പരിപാടിയും കഴിഞ്ഞതാ ലാസ്റ്റ് ഫൈനൽ സ്റ്റേജ് ആയിട്ടത്. അപ്പം എന്താ റൂമൊക്കെ നല്ല വൃത്തിയായി, എനിക്ക് കാണുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജി ആയിട്ടോ, ഭയങ്കര ഇഷ്ടം തോന്നി. അതൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ റൂമിലെത്തിയതാ വിരിച്ച് റെഡിയാക്കുക. നമ്മൾ 2 കട്ടിൽമേലും പുതപ്പ് വിരിച്ചിട്ടാട്ടോ ബെഡ്ഷീറ്റ് വിരിക്കുക. അപ്പോൾ അതുമേൽ നമ്മൾ കല്യാണത്തിൻ്റെ ഒരു പുതപ്പുണ്ടായിരുന്നു, അതിൻ്റെ പുതപ്പിൻ്റെ സെൻറ്റർ ഇങ്ങനെ തേക്കുമ്പോൾ നമ്മളിങ്ങനെ കത്തിപ്പോയിരുന്നു കേട്ടോ. അപ്പോൾ അതെന്തായി, പിന്നെ അത് അവിടെ ഓക്കെ ആക്കി. ഇവിടെ വേറൊരു വലിയ കട്ടില്ലാത്തൊരു പുതപ്പുണ്ടായിരുന്നു, അത് ഞാൻ ഈ കട്ടുമ്മൽ വിരിക്കും, എന്നിട്ടാണ് ബെഡ്ഷീറ്റ് വിരിക്കുക. എന്നാലും ബെഡ്ഷീറ്റ് നല്ല നിൽക്കും, അല്ലെങ്കിൽ ബെഡ്ഷീറ്റ് ഇങ്ങനെ ഊരി വരും. അപ്പോൾ ഇന്നത്തെ പരിപാടി ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ വലിയൊരു പുതപ്പായിരുന്നു ഞങ്ങൾ എടുത്തത്. അപ്പോൾ ഞാൻ അപ്പുകാനോട് പറഞ്ഞാൽ ആ പുതപ്പ് എടുത്തിട്ട് മേലെ തന്നെ എന്താ പറയുക ബോക്സിൽ തന്നെ എടുത്ത് വെച്ചേക്കാം, നമുക്ക് ചെറുതെടുക്കാം. ഒന്നാമത് എനിക്കത് വലുത് മടക്കി വെക്കാൻ പറ്റില്ല. മടക്കി വെക്കുമ്പോൾ എന്തോ ഒരു സർജറി കഴിഞ്ഞ് ഇതിൻ്റെ ആണെന്നറിയില്ല, ഒരു പിടുത്തം പോലെ. അപ്പം ഞാൻ പറഞ്ഞു വേണ്ട, നമുക്കത് എടുത്ത് വെക്കാം, എന്നും രാവിലെ മടക്കി വെക്കണ്ടേ. അപ്പം ഞാൻ ചെറുതെടുക്കാറിന്. അങ്ങനെ അതിൻ്റെ റൂമത്തെ പരിപാടിയും കഴിഞ്ഞു. ഇതിപ്പോൾ അവിടെയും ക്ലീൻ ആയിട്ടോ. അങ്ങനെ മേക്ക് ഓവർ പരിപാടികളൊക്കെ കഴിഞ്ഞ് പിന്നെന്താ പറയുക കുളിയൊക്കെ കഴിഞ്ഞ് അബുക പള്ളിയിലും പോയിട്ടോ. അപ്പോൾ എന്താ പറയുക ചോറായി, പിന്നെ ചെറുപയർ താളിച്ചു. അതിൻ്റെ ഇടയിൽ ഇങ്ങനത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് പിന്നെ മോനെ കുളിപ്പിച്ച് ഓനെ ഉറക്കി ഇതാ ചിക്കൻ പൊരിക്കാൻ നിൽക്കണം. അബുക വരാനായി. അപ്പം എൻ്റെ കുഞ്ഞാളെ വിളിക്കുന്നുണ്ട്, അപ്പം വന്നിക്കണേ. അങ്ങനെ അബുക ഇതാ പള്ളിയൊക്കെ കഴിഞ്ഞ് വന്നിക്കണം കേട്ടോ. അപ്പം ഇനി ചോറൊക്കെ കൊടുക്കണം. അപ്പം അടിപൊളി ലുക്കിലൊക്കെയാണ് പോയത്. ഈ വെള്ളത്തുണി ഞാനിപ്പോൾ അബുക വരാൻ സമയത്ത് പിന്നെ കൽപ്പറ്റ പോയപ്പോൾ എടുത്തതാട്ടോ. അപ്പം വരുമ്പോൾ ഒരു ബ്ലൂ പിന്നെ എന്താ പറയുക ടീഷർട്ടും എടുത്തിന്. അപ്പോൾ രണ്ടും നല്ല മാച്ച് ചെയ്തു. അപ്പോൾ ഞങ്ങൾ കുറച്ച് വീഡിയോസൊക്കെ അതിൻ്റെ ഇടയിൽ എടുത്തിട്ടാണ് പിന്നെ ആ ചോറും താനിരുന്ന്. അബുകൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ ഈ ചെറുപയർ കറി. അപ്പോൾ ചെറുപയർ താളിച്ചതാണ്, അവർക്ക് മുളക് കറിയൊക്കെ ഏറ്റവും ഇഷ്ടം. പിന്നെ ഇന്നിപ്പോൾ അങ്ങനെ ആക്കി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ 2 ഈത്തപ്പഴം നട്ട്സും അങ്ങനത്തെ ഒക്കെ തിന്നിട്ടാ. അപ്പം ഞാനിത് പാലിൽ അങ്ങനെ തലേന്ന് പുതിർത്തിയിട്ട് രാവിലെ ജ്യൂസൊക്കെ അടിച്ച് കുടിക്കലുണ്ടായിരുന്നു. ഇപ്പം അതിനൊന്നും സമയം കിട്ടലുമില്ല. അപ്പോൾ ഈ വീഡിയോ ആയിട്ട് ഞാൻ എടുത്തത്. അപ്പം ഞാൻ ഷോർട്സിലൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് എന്നിട്ട് എന്താ പറയുക ഒന്ന് ഷോർട്സിൽ അപ്ലോഡ് ചെയ്ത് ബാക്കിയൊക്കെ ഇങ്ങനെ എന്താ പറയുക ഇടയ്ക്ക് സ്റ്റാറ്റസൊക്കെ ഇടാൻ വിചാരിച്ച്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. അപ്പോൾ ടാറ്റാ ബൈ ബൈ, സീ യു, അസ്സലാമു അലൈക്കും.